ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യം. ഭൂമിശാസ്ത്രപരമായി ഹിമാലയൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തിന് സമ്പന്നമായ ചരിത്രവും സങ്കീർണമായ രാഷ്ട്രീയവുമാണ് നിലനിൽക്കുന്നത്. നേപ്പാളിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ BC 1500 ഇൻഡോ ആര്യൻ ഗോത്രവർഗ്ഗക്കാർ ഇവിടെ എത്തിയതായി കരുതപ്പെടുന്നു. പിന്നീട് മൗര്യ രാജവംശത്തിനും ഗുപ്തന്മാർക്കും കീഴിലായിരുന്നു ഈ പ്രദേശം. 5ാം നൂറ്റാണ്ടിന് ശേഷം ലിച്ചാവിസി എന്ന ഭരണകൂടം ഇവിടെ അധികാരം സ്ഥാപിച്ചു. 8ാം നൂറ്റാണ്ടിൽ ഈ ഭരണം തകർന്നതിനു ശേഷം നേവർ ഭരണകൂടം നിലവിൽ വന്നു. 11ാം നൂറ്റാണ്ടോടെ ചാലക്യ ഭരണകൂടവും ഇവിടം കീഴടക്കി. 765 ഗോർഖ വംശത്തിൽപ്പെട്ട പൃഥ്വിനാരായൺ ഷാ നേപ്പാളിനെ ഏകീകരിച്ചു. ഇത് ഷാ രാജവംശത്തിന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചു. 1815-16 വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടന്ന ആംഗ്ലോ നേപ്പാളി യുദ്ധത്തിനു ശേഷം നേപ്പാളിന് ചില പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് അധികാരത്തിൽ വന്ന റാണ സാമ്രാജ്യം ബ്രിട്ടീഷുകാരെ പിന്തുണച്ചുകൊണ്ട് ഭരണം തുടർന്നു. 1923 ബ്രിട്ടൻ നേപ്പാളുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. 1955 മഹേന്ദ്ര വീർ വിക്രം ഷാ രാജാവായി. 1972 വീരേന്ദ്ര രാജകുമാരൻ രാജാവായി. 1991 നടന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ബഹുകക്ഷി പാർലമെന്റ് നിലവിൽ വന്നു. എന്നാൽ രാജാവിന് പല അധികാരങ്ങളും നിലനിർത്തിയിരുന്നു. 2005 അന്നത്തെ രാജാവ് ജ്ഞാനേന്ദ്ര വീണ്ടും ഭരണം ഏറ്റെടുത്തു. 240 വർഷം നീണ്ടുനിന്ന രാജവാഴ്ച, ദശാബ്ദങ്ങൾ നീണ്ട മാവോയിസ്റ്റ് പ്രക്ഷോഭം, ഒടുവിൽ നേപ്പാൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. എന്നാൽ ഈ പരിവർത്തനത്തിന് ശേഷവും അഴിമതി, രാഷ്ട്രീയ അസ്ഥിരത, യുവജനങ്ങളുടെ പ്രതിഷേധങ്ങൾ എന്നിവ നേപ്പാളിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. നേപ്പാളിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത് മാവോയിസ്റ്റ് പ്രക്ഷോഭങ്ങളുടെയും ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ഫലമാണ്. 2001 നടന്ന കൊട്ടാര കൊലപാതകം നേപ്പാളിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. കിരീടാവകാശിയായിരുന്ന ദീപേന്ദ്ര രാജാവ് തന്റെ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയെന്ന സംഭവം രാജവാഴ്ചയുടെ വിശ്വസ്തതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഇതിനുശേഷം അധികാരത്തിൽ വന്ന ജ്ഞാനേന്ദ്ര രാജാവ് ജനാധിപത്യ സംവിധാനം തകർത്ത് ഭരണം ഏറ്റെടുത്തതോടെ ജനരോക്ഷം വർദ്ധിച്ചു. 2006 രാജ്യവ്യാപകമായി നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പാർലമെന്റ് പുനഃസ്ഥാപിക്കപ്പെട്ടു. 2008 രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിച്ച് നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. 2008 ആദ്യ പ്രധാനമന്ത്രിയായി പുഷ്പ കമൽ ദഹാൽ പ്രചണ്ഡ സത്യപ്രതിജ്ഞ ചെയ്തു. തീർത്തും ഒരു വർഷം മാത്രം നിലനിന്നിരുന്ന ഭരണമായിരുന്നു പ്രചണ്ഡയുടേത്. സൈന്യാധിപനെ പുറത്താക്കുവാനുള്ള പ്രചണ്ഡയുടെ നീക്കവും രാഷ്ട്രീയമായുള്ള സംഘർഷവും മറ്റ് മുന്നണികളുടെ എതിർപ്പും മൂലം ദൽഹാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. പിന്നാലെ 2009 അധികാരത്തിൽ വന്ന മാധവ് കുമാർ 2 വർഷത്തിനുള്ളിൽ, അതായത് 2011 രാജിവെച്ചു. 2011 തന്നെ മാവോയിസ്റ്റ് നേതാവായ ബാബുറാം ഭട്ടറായി ചുമതലയേറ്റു. പക്ഷേ ഭട്ടറായിയുടെ സർക്കാരിനും അധിക നാൾ പിടിച്ചു നിൽക്കാനാകാതെ 2013 രാജി സമർപ്പിച്ചു. നിയമവ്യവസ്ഥയുടെയും ഭരണഘടനാ സഭയുടെയും കാലാവധി നീട്ടുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതുമാണ് ഭട്ടറായിയെ രാജിയിലേക്ക് എത്തിച്ചത്. 2013 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് സുശീൽ കൊയ്രാലയുടെ കാലഘട്ടത്തിൽ നേപ്പാളിന് ഒരു ഭരണഘടനാ പ്രഖ്യാപനം വന്നു. കൂടാതെ നേപ്പാളിന്റെ ചരിത്രത്തിലെ മഹാഭൂകമ്പത്തിന് ആ വർഷം നേപ്പാൾ സാക്ഷിയായി. ഇതോടെ മറ്റു പാർട്ടികളുടെ സമ്മർദ്ദം മൂലം സുശീൽ കൊയ്രാലയ്ക്കും നിലനിൽപ്പുണ്ടായില്ല. പിന്നെ നടന്ന ഇലക്ഷനിൽ KP ശർമ്മ ഒലി അധികാരത്തിലേക്ക് വന്നെങ്കിലും 2016 മാവോയിസ്റ്റ് പിന്തുണ പിൻവലിച്ചതോടെ മുന്നണി തകർന്ന് KP ശർമ്മ ഒലിക്ക് ഭരണം നഷ്ടപ്പെട്ടു. 2016 ഒലിയുടെ രാജിക്ക് ശേഷം പ്രചണ്ഡ അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസുമായി ഉണ്ടാക്കിയ കരാർ അടിസ്ഥാനത്തിൽ ഷെർ ബഹദൂർ ദേബയ്ക്ക് 2017 അധികാരം വിട്ടുകൊടുക്കേണ്ടി വന്നു. ദേബയുടെ ചെറിയ കാലത്തെ ഭരണത്തിനൊടുവിൽ ഇടതുമുന്നണി 2017 തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി അധികാരം സ്വന്തമാക്കി. 2018 KP ശർമ്മ ഒലി വീണ്ടും അധികാരത്തിലെത്തി. UML-ഉം മാവോയിസ്റ്റും ചേർന്ന മുന്നണിയായിരുന്നിട്ടും ആഭ്യന്തര കലഹം സർക്കാരിനെ തകർത്തു. പിന്നീട് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഷെർ ബഹദൂർ ദേബ വീണ്ടും ഭരണത്തിലേറി. 2022 തെരഞ്ഞെടുപ്പ് പ്രചണ്ഡയ്ക്ക് 3ാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് മുന്നണി മാറിക്കൊണ്ടായിരുന്നു. ആദ്യത്തെ ഭരണം UML-ന്റെ പിന്തുണയോടെ ആയിരുന്നുവെങ്കിലും 3ാം തവണ പ്രചണ്ഡ അധികാരത്തിലെത്തിയത് കോൺഗ്രസിന്റെ പിന്തുണയോടെയായിരുന്നു. 2024 ജൂലൈയിൽ പാർട്ടി മുന്നണിയിൽ മാറ്റം വരികയും 4ാം തവണ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി അധികാരത്തിലേറി. തൊഴിലില്ലായ്മയും രാജ്യത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങി 26ഓളം ആപ്പുകളുടെ നിരോധനം, അഴിമതി ഇതൊക്കെ ചൂണ്ടിക്കാട്ടി യുവജനത സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിൽ അഥവാ ജൻസി പ്രക്ഷോഭത്തിൽ KP ശർമ്മ ഒലി സർക്കാരും താഴെ വീണു. 2008 രാജഭരണം അവസാനിച്ചതിനു ശേഷം നേപ്പാളിൽ പ്രത്യക്ഷ സൈനിക കയ്യേറ്റം കുറവാണ്.
എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കാരണം നേപ്പാളിന്റെ താൽക്കാലിക നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ നിയന്ത്രണം സൈന്യം മുഴുവനായും ഏറ്റെടുത്താൽ നേപ്പാളിന്റെ ജനാധിപത്യ സംവിധാനം തകരും. രാജവാഴ്ച പുനഃസ്ഥാപിക്കാനുള്ള പഴയ ആവശ്യങ്ങൾ വീണ്ടും ഉയർന്നുവരും. ഇതിനു പുറമെ അന്താരാഷ്ട്ര നിക്ഷേപങ്ങളുടെയും സഹായങ്ങളുടെയും ബാധിക്കും. ഇത് രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തും. അരാജകത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഒഴിവാക്കാൻ നേപ്പാളിന് അടിയന്തരമായി ഒരു ഇടക്കാല സർക്കാർ ആവശ്യമാണ്.